ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ചില ആളുകൾ, ഇങ്ങനെ ബൈബിളിലൊരു വചനമുണ്ട്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ എന്തിനെ പുറത്തു നിൽക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ചില ആളുകൾ, അവര് ദൈവത്തിനകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിനകത്തേക്ക്, ദൈവിക ആലയത്തിനകത്തേക്ക്, ആ വാതിലിനകത്തേക്ക് അവർ പ്രവേശിക്കുന്ന ഒരു ദിവസമായി, അതിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ദിവസമായിട്ട് ഈ മാർച്ച് മാസത്തിലെ ചൊവ്വാഴ്ച കർത്താവ് ഇങ്ങനെ മാറ്റി തീർക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുകയാണ്, യഹോവയാൽ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തിന് നിങ്ങൾ പുറത്തു നിൽക്കുന്നു? അകത്തേക്ക് പ്രവേശിക്കുക. ദൈവികമായ കൃപകളെയും വരങ്ങളെയും ദൈവികമായ വെളിപ്പാടുകളെയും മനസ്സിലാക്കുവാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുക. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യത്തേത് ഒരു വെൽവിഷറാണ്, കൊച്ചിയിൽ നിന്നാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഭവനത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് നിറവേറട്ടെ. കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ ദൈവികമായ സമാധാനം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വെൽവിഷറിനും ഭർത്താവിനും രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തതൊരു കോ സ്പോൺസറാണ്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിജയ ഗംഗാധരനാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ്, അതിന് കാരണമുണ്ട്, കടഭാരം മാറിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. കൺഗ്രാജുലേഷൻസ്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ചെയ്ത കൃപയ്ക്കായി നന്ദിയപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം ഉള്ളത്. വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ നടക്കുന്ന പ്രോഗ്രാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുണ്ട്. കാരണം ഈ ആഴ്ചയിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്നത്. നമ്മുടെ വിമൻസ് ഡേ ഈ ആഴ്ചയിലാണ്, മാർച്ച് 8 വിമൻസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ മുന്നൊരുക്കങ്ങളായിട്ട് ഇന്ന് നമ്മുടെ പാനലിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. തുടർന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കാണാം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും, എത്ര പേർ വിശ്വസിക്കുന്നു? ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ആരാധനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറാൻ, നമ്മുടെ ഹൃദയം ഒന്ന് വിശാലമാകാനും, വചനം വിവക്ഷിക്കുന്ന ആരാധനാക്രമം എന്താണ്, എങ്ങനെ ആരാധിക്കണം. ഞാൻ കുറച്ചധികം ദിവസങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആർക്കും മടുപ്പ് വരല്ലേ എന്നാണ് എൻ്റെ അപേക്ഷ. ചിലത് കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ടായിരിക്കും, ഞാൻ തന്നെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നോ പ്രോബ്ലം, ദർ ഈസ് പവർ ഇൻ റെപ്പറ്റീഷൻ. വീണ്ടും വീണ്ടും കേട്ടാലും ബോറടിക്കുന്നതായിട്ട് തോന്നും. ഞങ്ങൾ പോലെയുള്ള ശുശ്രൂഷകരുടെ എപ്പോഴുമുള്ള ടെംപ്റ്റേഷൻ എന്താണെന്ന് അറിയാമോ? പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണ്ടേ. കേട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അവർ നമ്മൾ ശ്രദ്ധിക്കുമോ? അപ്പോൾ എപ്പോഴും നമുക്കൊരു നവീന കാര്യങ്ങളെ അവർ നമ്മുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ അപ്പോസ്തലന്മാർ ചെന്ന് പ്രസംഗിച്ച സമയത്ത് ഇതുവരെ കേൾക്കാത്ത നോവൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നവീന കാര്യങ്ങളെ നമ്മുടെ ചെവിയിൽ അവർ കടത്തുന്നുവല്ലോ എന്നൊരു കമന്റ് പറഞ്ഞു. പുതിയ ചില കാര്യങ്ങളൊക്കെയാണല്ലോ അവർ പറയുന്നത്. ആ ഭാവത്തിൽ അവിടുത്തെ നാട്ടുകാരവരോട് ഇടപെട്ടു. അപ്പം എന്നും ആളുകൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്, തെറ്റല്ല. പക്ഷേ
നേരത്തെ കേട്ടത് അവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് കേൾക്കേണ്ടതുണ്ട്. ഇന്നും ബ്രദർ കുറേ നാളായി ആരാധന തുടങ്ങിയിട്ട് ഇതെന്ന് അവസാനിക്കുമപ്പ, ഒന്നും പ്രാപിക്കില്ല. കാരണം പാത്രം കമിഴ്ത്തി വെച്ചിരിക്കുക, ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് ചിലത് റിപ്പീറ്റ് ചെയ്യും. എന്നാൽ ഞാൻ അധികമൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, എനിക്കറിയാം, വളരെ സ്ട്രക്ചേർഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആരാധന എന്നൊരൊറ്റ ടോപ്പിക്ക് കുറേ നാളാകുമ്പോഴേക്കും ചിലർക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ നമ്മളിൽ എത്ര പേർ ശരിയായ ആരാധനയിലേക്ക് ഇതിനകം പ്രവേശിച്ചു? ഈ പറയുന്നത് എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യാറുണ്ട്. ജനങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് ശരിയായ രീതിയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടോ? ഐ എം ചെക്കിങ് മൈ സെൽഫ്. 2 ദിനവൃത്താന്തം 35:1 മുതൽ വായിക്കുമ്പോൾ, there is a king called Josiah. എൻ്റെ മലയാളം കൃത്യം എനിക്ക് ഓർമ്മയില്ല. യോഷിയാവ്. ഞാനതിലെ മലയാളം ബൈബിളിൽ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 1 മുതൽ 2 ദിനവൃത്താന്തം 35:1. അനന്തരം യോഷിയാവ് യെരൂശലേമിലെ യഹോവയ്ക്കൊരു പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം തീയതി അവർ പെസഹ അറുത്തു. അവൻ പുരോഹിതന്മാരെ താങ്കളുടെ വേലയ്ക്ക് നിർത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവരെ ധൈര്യപ്പെടുത്തി. അവൻ എല്ലാ ഇസ്രായേലിനും ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ലേവ്യരോട് പറഞ്ഞത്, ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോൻ പണിത ആലയത്തിൽ വിശുദ്ധ പെട്ടകം വെപ്പിൻ. ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെയും അവൻ്റെ ജനമായ ഇസ്രായേലിനെയും സേവിച്ചുകൊള്ളുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അവൻ്റെ മകനായ ശലോമോന്റെ എഴുത്തുകളിൽ കാണും പോലെ പിതൃഭവനമായി കൂറുകൂറായി നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവിൻ. നിങ്ങളെ സഹോദരന്മാരെ ജനത്തിന്റെ പിതൃഭവന വിഭാഗമനുസരിച്ച് ഓരോന്നിനും ലേവ്യരുടെ ഓരോ പിതൃഭവന വിഭാഗം വരുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരത്തിൽ നിന്നുകൊള്ളുവിൻ. ഇങ്ങനെ നിങ്ങൾ പെസഹ അറുത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും മോശ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ സഹോദരന്മാർ അനുസരിക്കേണ്ടതിന് അവരെ ഒരുക്കുകയും ചെയ്യുവിൻ. യോശിയാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പെസഹ യാഗങ്ങൾക്കായിട്ട് രാജാവിൻ്റെ വക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആകെ 30,000. പിന്നീട് വായിച്ചാൽ മതി, ഒത്തിരി താഴേക്ക് പോകുന്നുണ്ട്. ഞാൻ പറയാൻ വന്ന ഇതാണ്, ഈ ഇസ്രായേലിലും യഹൂദായിലും അല്ലെങ്കിൽ വടക്കേ രാജ്യത്തും തെക്കേ രാജ്യത്തും നല്ല രാജാക്കന്മാരും മോശം രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ചില രാജാക്കന്മാരുടെ കാലത്ത് അവർ ദൈവിക വഴികളിൽ നിന്ന് ഒത്തിരി വിട്ടു മാറി വിജാതീയരേക്കാൾ കഷ്ടമായി അന്ധവിശ്വാസങ്ങളിലേക്കും തെറ്റായ ആചാരങ്ങളെ വിഗ്രഹാരാധനയിലേക്കൊക്കെ ജനങ്ങളെ ഇറക്കിക്കൊണ്ടുപോയി. വേറെ പല ദൈവങ്ങളെ അവരങ്ങ് സേവിച്ചു. എന്നാൽ ചില രാജാക്കന്മാർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. അതിൽ ഈ ജോസിയാവ് അതിൽപ്പെട്ടൊരു രാജാവാണ്. ചിലര് പിതാക്കന്മാരുടെ വഴിയിൽ എന്ന് വെച്ചാൽ വളരെ മോശമായി ജീവിച്ച അവരുടെ പിതാക്കന്മാരുടെ വഴിയിൽ തന്നെ നടന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ അറപ്പായത് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ കോപിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അവർ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നേരെ ഇവർ പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ ഇവരെ ക്യാപ്റ്റീവ്സ് ആയിട്ട് പിടിച്ചുകൊണ്ടു. പിന്നെ ജനം കരയെ ഇവരെ തിരിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ അയാളുടെ രാജ്യങ്ങൾ വന്ന് ഇവരെ പിടിച്ചടക്കി അടിമകളാക്കും. ഈ ഒരു പാറ്റേണാണ് പലപ്പോഴും നടന്നിട്ടുള്ളത്. എന്നാൽ ചില രാജാക്കന്മാർ വാഴുന്ന സമയത്ത് അവർ പെട്ടെന്ന് ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്തേക്കും കൂടാതെ മോശയുടെയിലൂടെ വന്ന ന്യായപ്രമാണത്തിലേക്കും വചനത്തിൻ്റെ പാറ്റേണിലേക്കും അവർ തിരിച്ചു വരും. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം യുഎസിൽ ചെന്ന സമയത്ത് പരിശുദ്ധാത്മ വ്യക്തമായ എൻ്റെ ഉള്ളിൽ തന്നൊരു സാധാരണ ബാക്ക് ടു ബേസിക്സ്. US ബാക്ക് ടു ബേസിക്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടിസ്ഥാനങ്ങളിലേക്ക് തിരിയണം. ഞാൻ അവിടെ ചെന്ന് പലരോടും പറഞ്ഞു, പരസ്യമായി പ്രാർത്ഥിച്ചു, ഭരണഘടന എടുത്ത് പ്രാർത്ഥിച്ചു, കാർ ഓടിച്ചു, ഫ്ലോറിഡയിലൊക്കെ കാർ ഓടിച്ച് നടന്ന് സ്ട്രീറ്റിൽ പ്രാർത്ഥിച്ചു. ദൈവം അത് കാണാൻ ഇപ്പോൾ ഇടയാക്കിക്കൊണ്ടിരിക്കുക. ഈ ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം അദ്ദേഹം കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഇതിനെ ഓർമ്മിപ്പിക്കുക. ഇപ്പം ജോസിയ രാജാവ് തുടങ്ങി പല രാജാക്കന്മാരുടെ കാലത്ത് അവിടെയുള്ള ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞ് അശേര പ്രതിഷ്ഠകളെയും ബാലിൻ്റെ പ്രതിഷ്ഠകളൊക്കെ ഇടിച്ചു കളഞ്ഞ് ദേവാലയത്തിലേക്ക് വീണ്ടും
ആരാധനയും യാഗവും എല്ലാം തിരിച്ചു കൊണ്ടുവരും, ശുദ്ധീകരിക്കും. ന്യായപ്രമാണ പുസ്തകം വീണ്ടും എടുക്കും, ജനങ്ങളോട് പറയും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കണം. ഇങ്ങനെ ബാക്ക് ടു ബേസിക്സ് കൊണ്ടുവരുന്ന കാലഘട്ടം. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പക്ഷെ ഒരു മെയിൻ തിങ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കൂളുകളിലും ബൈബിൾ അപ്രത്യക്ഷമായി, 10 കൽപ്പനകൾ അപ്രത്യക്ഷമായി, ദൈവത്തെ മുഴുവൻ ക്രിസ്മസ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് രാജ്യം പോയി. ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നതിന് പറയാം സീസൺസ് ഗ്രീറ്റിംഗ്സ് പറയാവും എന്ന് മാത്രമല്ല, മനുഷ്യനാണ് പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് പല 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 ടൈപ്പ് മനുഷ്യരുണ്ടെന്നുള്ള നിർവചനങ്ങളും. ചില ആളുകൾ പറഞ്ഞ് ഞാനിന്ന് പട്ടിയാണ്, ചില ആളുകൾ പറഞ്ഞ് ഞാനിന്ന് പന്നിയാണ്, ചില ആളുകൾ പറഞ്ഞ് ഞാനിന്ന് മരമാണ്. ഇങ്ങനെയൊക്കെയുള്ള വിയേർഡായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത്. അതിനൊരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ ധൈര്യത്തോടെ ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്നങ്ങ് വിശ്വസിച്ചാൽ മതി. ഇതാണ് ഇവിടെ ജോസിയ രാജാവിൻ്റെ കാലത്ത് നടന്നത്. ഓക്കെ, അങ്ങനെ ഈ 35-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തം 35-4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊക്കെ ഉടനീളം വായിച്ചാൽ നമ്മൾ കാണുന്നത് there are practical preparations for the service and worship by both Levites and the people. പുരോഹിത വർഗമായുള്ള ലേവ്യരും ജനങ്ങളും എല്ലാവരും കുറേയധികം ശുദ്ധീകരണങ്ങളും ഒരുക്കങ്ങളും ഓർഡറും ഒക്കെ കൊണ്ടുവരികയാണ്. എന്തിന്? ദൈവത്തെ സേവിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. അതിനുശേഷം 15 മുതൽ 16 അധ്യായങ്ങൾ വാക്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ 2 ദിനവൃത്താന്തം 35-ന്റെ 15 മുതൽ 15-ഉം 16-ഉം ഞാൻ വേണമെങ്കിൽ എടുത്ത് വായിക്കാം നമുക്ക്. 15-ഉം 16-ഉം ഇതാ: ആസാഹ്യരായ സംഗീതക്കാർ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും ഹേമാൻ്റെയും രാജാവിൻ്റെയും ദർശകനായ യദൂഥൂൻ്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും വാതിൽ കാവൽക്കാർ അതത് വാതിൽക്കലും നിന്നു. അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ വിട്ടുപോകുവാൻ ആവശ്യമില്ലായിരുന്നു. അവരുടെ സഹോദരന്മാരായ ലേവ്യർ അവർക്ക് ഒരുക്കി കൊടുത്തു. ഇവിടെ കാണുന്നത് സിംഗേഴ്സ് ആൻഡ് ഗേറ്റ് കീപ്പേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ വർഷിപ്പ് സർവീസ്. മുഖ്യ പങ്കുവഹിച്ച 2 വിഭാഗങ്ങളാണ്. ഒന്ന് സിംഗേഴ്സ് ആൻഡ് ഗേറ്റ് കീപ്പേഴ്സ്, പാട്ടുകാരും വാതിൽ കാവൽക്കാരും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഗേറ്റുകളിൽ നിന്നത് കീപ്പ് ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ ഡോർ കീപ്പേഴ്സും ഉണ്ട്. എല്ലാ ഡോറിൻ്റെ അവിടെ 1-2 പേര് കാണും. ബാഡ്ജൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ ഇരിപ്പുണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് ദേവാലയത്തിൻ്റെ ഓരോ വാതിൽക്കലും ഗേറ്റിലും ഇതുപോലെ വാതിൽ കാവൽക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ ജോസിയ രാജാവ് ചെയ്തത് വെരി കെയർഫുൾ മെറ്റിക്കുലസ് പ്രിപ്പറേഷൻസ് നടത്തി. എന്തിനു വേണ്ടി? ഒരുക്കങ്ങൾ. ദൈവത്തെ ആരാധിക്കുവാനുള്ള ദൈവ ആരാധനയ്ക്കുള്ള ഒരുക്കത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സംസാരിച്ചു. പക്ഷെ ഇവിടെ നടക്കുന്ന ഇതൊന്നും നോക്കിയേ. അതായത് പ്രാക്ടിക്കൽ ആക്ഷൻസ് ഓഫ് ഗേറ്റ് കീപ്പേഴ്സ് ആൻഡ് ജനറസ് ഗിവിങ് ഓഫ് പീപ്പിൾ. 2 കാര്യങ്ങളാണ്. ജനങ്ങൾ ഉദാരമായി ദൈവസന്നിധിയിൽ സ്തോത്രാർപ്പണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ സംഗീതക്കാർ കുറെ പേർ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, കുറെ പേർ പാടുന്നു. അന്നത്തെ രീതിയിലുള്ള ഇസ്രായേലിയ കൾച്ചറിലുള്ള പല പല ഈ ലയർ, ഹാർപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല കണ്ടു കാണുമല്ലോ. ഒരു പ്രത്യേക ഫ്രെയിമിൽ കുറേ അധികം സ്ട്രിങ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നതും ഇസ്രായേലിയ രീതിയിലുള്ള കുറേയധികം 10 കമ്പിയുള്ള വാദിത്രങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിപ്പിൻ. ഗിറ്റാറിന് 6 കമ്പിയുള്ളവർക്ക് 10 കമ്പി ഉള്ളതുണ്ട്. അപ്പം അത് അങ്ങനെ വായിക്കുന്നവരുണ്ട്. പലതരം. ഇത് ആരാധനയുടെ ഒരു വിഭാഗമായി സംഗീതക്കാർ നിൽക്കുമ്പോൾ ഗേറ്റ് കീപ്പേഴ്സ് വേറൊരു വിഭാഗം നിന്നു. ജനങ്ങൾ ചെയ്തത് ദൈവസന്നിധിയിലേക്ക് അവർ യാഗങ്ങളും കാഴ്ചകളും തിരുമുൽ കാഴ്ചകളുമായിട്ട് അവർ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അന്തരീക്ഷം മാറുകയാണ്. ഒരു രാജ്യത്ത്, ഒരു ദേശത്ത്, ഒരു സിറ്റിയിൽ, ഒരു ഗ്രാമത്തിൽ ദൈവത്തിനുള്ള ആരാധന ഉയരുമ്പോൾ
അവിടുത്തെ അന്തരീക്ഷം ക്ലിയർ ആകും. ഉണർവ് നടന്ന പല സ്ഥലങ്ങളിലും ജനം കൂട്ടമായി ദൈവത്തിലേക്ക് വന്ന് ആരാധിച്ചപ്പോൾ, ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ അറ്റ്മോസ്ഫിയർ മാറി. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആത്മാന്തരീക്ഷം മാറിയത് മാത്രമല്ല, അവിടുത്തെ പ്രകൃതിയിൽ വ്യത്യാസം വന്നു, ക്ലൈമറ്റിൽ വ്യത്യാസം വന്നു. എന്തിനു പറയുന്നു? അവിടുത്തെ എങ്ങനെ അതിനെ പറയണ്ട, അവിടുത്തെ നിലം വലിയ, അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയിട്ടൊരു സം ഓട്ടിസ് അദ്ദേഹം പോയി ചില ഈ കാലി, കൊളംബിയ തുടങ്ങി പല സ്ഥലങ്ങളിലും പോയി ഉണർവ് നടന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം പഠിച്ചിട്ട് പറയുന്നത്, ഉണർവ് നടന്ന ശേഷം അവിടെ ഉണ്ടാകുന്ന ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ ഫ്രൂട്ട്സിൻ്റെ വലുപ്പം വർദ്ധിച്ചു. വളരെയധികം ഫെർട്ടൈൽ ലാൻഡായിട്ട് മാറി. കാരണം ദേശത്തെ ദൈവം സൗഖ്യമാക്കി. എന്ന് വെച്ചാൽ ഭൂമി, ലാൻഡ് വരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ഇവിടെ ജോസിയ രാജാവിൻ്റെ വലിയ ഒരുക്കങ്ങൾ നമ്മൾ കാണുകയാണ്. എന്തിനു പറയുന്നു? റോമാലേഖനം 12:1 അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 12:1-2 വായിക്കുമ്പോൾ, പ്രസന്റിങ് അവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ് ടു ഗോഡ് ഇൻ എവറിത്തിങ് വി ഡു ഈസ് ഓൾസോ വർഷിപ്പ്. നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി കർത്തൃസന്നിധിയിൽ അർപ്പിക്കുന്നത് വരെ ആരാധനയുടെ ഒരു പാർട്ടാണ്, ആരാധനയുടെ ഒരു ശൈലിയാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണത്. In other words, worship is a lifestyle. Worship is a lifestyle. ഒന്ന് യൂട്യൂബിലൊക്കെ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്താൽ, വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ആരാധന എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. സ്റ്റൈൽ ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ലൈഫ് സ്റ്റൈൽ ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. ആരാധനയുടെ ശൈലിയേക്കാൾ ജീവിത ശൈലി തന്നെ ആരാധനയാക്കി മാറ്റുന്ന. ഒരിക്കൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അവൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. എന്ത് ചെയ്താലും the sum total of everything that we do, all our works, all our deeds, everything that we do should be glorifying God. That means that itself is a worship. My whole life is a worship. ചിലപ്പോൾ ഒരു ഓഫീസിൽ ജോലിയായിരിക്കും, നിങ്ങളൊരു എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, നഴ്സ് ആയിരിക്കാം, കൽപ്പണിക്കാരനായിരിക്കാം, മരപ്പണിക്കാരനായിരിക്കാം, റോഡ് പണിക്കാരനായിരിക്കാം, നോ പ്രോബ്ലം. But if you're living for God, whatever you do is a worship. In other words, every activity is an act of worship. ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഞാനിവിടെ എന്ത് കൂലിപ്പണി എടുത്താലും, മറ്റേതിന് എപ്പോഴും ഞാൻ മറന്നുപോകും, തൊഴിലുറപ്പിന് പോയാലും, ഏത് ചുമട്ട് തൊഴിലാളിയായി ജീവിച്ചാലും, സമൂഹത്തിൽ ചിലത് നല്ലതും ചിലത് മാന്യമല്ലാത്തതുമായ ജോലിയായിട്ട്, മനുഷ്യൻ്റെ ഒരു ഒബ്സർവേഷനാണത്. ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. കർത്താവ് ഇവിടെ ഒന്ന് മരപ്പണി ചെയ്താൽ ജീവിച്ചു, ഇതൊന്നും ഒരു വിഷയമല്ല. പൗലോസ് ടെൻ മേക്കിംഗ് ആണ്, കൂടാരപ്പണി ചെയ്താ ജീവിച്ച്, ഇതൊന്നൊരു വിഷയമല്ല. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കറിയാവുന്ന എല്ലാ ടൈപ്പ് ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട്. മരപ്പണി, കൽപ്പണി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങി, തയ്ക്കുക തുടങ്ങി, എന്തെല്ലാം ഇലക്ട്രിക്കൽ, ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പരിപാടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കുറച്ചിലും തോന്നിയിട്ടില്ല. എവറി ആക്ടിവിറ്റി ഈസ് an act of worship when done for the praise, glory and pleasure of God. ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തെ ആരാധിക്കാനായി, ദൈവത്തെ സ്തുതിക്കാനായിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആരാധനയുടെ ഒരു പാർട്ടായി മാറും. ഇത് മനസ്സിലാകാൻ അറിഞ്ഞൂടാ. ഒന്ന് ചിന്തിച്ചോ. എന്തിനു പറയുന്നു? ഈ വർക്ക് ഈസ് വർഷിപ്പ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയാണ് ആരാധന. അത് പലരും വേറെ അർത്ഥത്തിൽ എടുക്കുന്നത്. ഞാനിപ്പോൾ നല്ല എല്ലാം മുറിയെ പണിയെടുത്താൽ അതാണ് എൻ്റെ ആരാധന, കഴിയുമ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങും. അതല്ല എൻ്റെ അർത്ഥം. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ യെശയ്യാവ് 6 നമ്മൾ കാണുന്നത് സറാഫുകൾ
രാപകൽ ഒരു ഫുൾ ടൈം ജോബ് എന്നതുപോലെ അവർ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുമ്പോൾ വർഷിപ്പ് ഈസ് ദെയർ വർക്ക്. ആരാധനയാണ് അവരുടെ ജോലി. ഇതതിൻ്റെ ഓപ്പോസിറ്റാണ്. വർക്ക് ഈസ് വർഷിപ്പ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് രണ്ടും ശരിയാണ്. ഞാൻ ജോലി ചെയ്യുന്നതും ഞാൻ ഈ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന സമർപ്പണത്തോടും ആ ഒരു ആഗ്രഹത്തോടും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആരാധനയാണ്. കൂടാതെ ഞാൻ ആരാധിക്കുകയാണെങ്കിൽ, എന്നെ ഫുൾ ടൈം ജോബ് ആരാധനയാണെങ്കിൽ, വർഷിപ്പ് ഈസ് വർക്ക്, വർക്ക് ഈസ് വർഷിപ്പ് ആൻഡ് വർഷിപ്പ് ഈസ് വർക്ക്. ഇത് വളരെയധികം ഇന്റർ റിലേറ്റഡ് ആണ്. എത്രത്തോളം ഞാൻ ഈ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ദാറ്റ് ഈസ് എ ഫാക്ട്. ദാറ്റ് ഈസ് എ ഫാക്ട്. എന്തൊക്കെയോ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയുന്നു. 45-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. അതൊന്ന് വായിക്കണമെന്ന് എനിക്കൊരു തോന്നൽ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തേ. സങ്കീർത്തനങ്ങൾ 45 എന്നാണ് എൻ്റെ ഓർമ്മ. ആണോ നോക്കട്ടെ. യെസ്, 45:1. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നാവ് കൊണ്ടാണ് എഴുത്ത്. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിന്റെ തേജസ് നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്ന, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതി ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു കർത്താവിൻ്റെ രാജത്വത്തെ അഭിഷേകത്തെയും കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞു വരുന്നത്. വിവാഹ ശുശ്രൂഷകളിലൊക്കെ ഇത് വായിച്ചു കേട്ടിട്ടുണ്ട്. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗം കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സുജനത്തെ നിന്റെ പിതൃഭവനത്തെ മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്ന അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമാണ്, പ്രേമഗീതമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതൊരു രാജാവിനെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും അത് യേശു എന്ന രാജാവിനെ കുറിച്ചും അപ്പോൾ തന്നെ വിവാഹവേദികളിൽ പാടാൻ ഉചിതമാണെന്ന് തോന്നിയുണ്ട്. വിവാഹവേദികളിലൊക്കെ ഇതൊന്നും അല്ല വിഷയം. അകത്ത് പലതും വന്ന് നിറഞ്ഞ് രാജാവിനുള്ള കൃതി പോലെ നമ്മുടെ അകത്ത് നിന്ന്, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ മ്യൂസിക്. ഇതാണ് സ്റ്റുഡിയോ, മ്യൂസിക് സ്റ്റുഡിയോ, മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ. കീർത്തനങ്ങൾ ഹൃദയങ്ങൾ ഉണ്ടാക്കി ദൈവത്തിന് പാടുകയൊക്കെ ചെയ്യുന്നൊരു അനുഭവം ഈ നാളുകളിൽ നമുക്ക് ഉണ്ടാകട്ടെ. സ്റ്റൈൽ ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ശൈലികൾ പലയിടങ്ങളിലും പലതാകാം. ചിലർ പറയും ഇന്ന വസ്ത്രം അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഫോമാറ്റിൽ വരണം, ഇന്ന രീതിയിലുള്ള ഷേപ്പിൽ വരണം, ഇന്ന ഫാഷനിലാണ് വരേണ്ടത്, സഭ ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ ഇന്നതായിരിക്കണം. ഇതൊക്കെ പലരും പറയുമ്പോൾ ദൈവം നോക്കുന്ന അതിനപ്പുറത്ത്, തീർച്ചയായിട്ടും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് മാന്യമായ വസ്ത്രം ധരിക്കണമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിൽ മാന്യമായ ഡീസൻ്റ് ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിക്കുക, അതെനിക്കും അത് തന്നെ പറയാനുള്ളത്.
ആരാധനയ്ക്ക് വരുമ്പോഴാകട്ടെ എപ്പോഴും ആകട്ടെ മാന്യമായ വസ്ത്രം ധരിക്കുക. എന്നാൽ എന്നാൽ നാം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ഹൃദയമാണ് എപ്പോഴും ദൈവസന്നിധിയിൽ, അതിലേക്കാണ് കർത്താവ് നോക്കുന്നത്. നാം ചെയ്യുന്നതെല്ലാം ദൈവനാമഹത്വത്തിനായി ചെയ്യുമെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തി പോലും, ഈവൻ നാം ചെയ്യുന്ന ജോലി പോലും ദൈവത്തിൻ്റെ ആരാധനയുടെ ഒരു പാർട്ടായി മാറും. നമ്മുടെ ദിസ് ഈസ് കോൾഡ് ലൈഫ് സ്റ്റൈൽ വർഷിപ്പ്. സ്റ്റൈൽ ഓഫ് വർഷിപ്പിനേക്കാൾ ലൈഫ് സ്റ്റൈൽ വർഷിപ്പിലേക്ക് നമ്മൾ കയറുക. വർഷിപ്പ് ഈസ് വർക്ക്, വർക്ക് ഈസ് വർഷിപ്പ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുക, എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഇത് പലർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് അങ്ങ് ഇടുക. ഒത്തിരി പേർക്ക് അത് അയച്ചു കൊടുക്കുക. കർത്താവ് ധാരാളമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ കരൾ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടി. പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗമുള്ള ഭാഗത്തോ നെഞ്ചിലോ കൈയൊന്ന് വയ്ക്കാം. ഒരു കൈ നീട്ടി പിടിച്ചാലും നല്ലതാണ്. യേശുവിൻ നാമത്തിൽ വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തും ടെയിൽ ബോണിൻ്റെ ആ ഭാഗത്തൊക്കെ യേശുവിൻ്റെ നാമത്തിൽ വലിയ രോഗസൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. നട്ടല് സൗഖ്യമാകട്ടെ. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ജീസസ്. അതുപോലെ ഈ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് എന്തോ കുഴപ്പമുള്ള ആരോ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു, സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഷോൾഡർ പെയിൻ മാറിപ്പോട്ടെ. ജോയിൻറ്റ് പെയിൻ മാറിപ്പോട്ടെ. കർത്താവെ, ജനങ്ങളിലേക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. ഞാൻ പറഞ്ഞിട്ടില്ലായിരിക്കും, പ്രത്യേകിച്ച് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗപരമോ പറഞ്ഞില്ലായിരിക്കും. പക്ഷേ വിശ്വസിക്കുക, യേശു നാമത്തിൽ ഏത് വിഷയത്തിലും വിടുതൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.